അപ്പൊ രണ്ട് തരത്തിലുണ്ട് നമുക്ക് നോക്കേണ്ടത്. ഒന്ന് നൈസർഗികമായിട്ട് ഊർധ്വമുഖ, ഒന്ന് സൂര്യസ്ഥിതി കൊണ്ട്. അപ്പോ നൈസർഗികമായിട്ട് പറഞ്ഞ ചിങ്ങം തൊട്ടൊരു 4 രാശിമിഥുനം കുംഭം ചമൂർധോദയം. ചിങ്ങം തൊട്ട് 4 രാശി, ചിങ്ങം കന്നി തുലാം വൃശ്ചികം, നമുക്ക് തുലാം വന്നിരിക്കും. അപ്പൊ നൈസർഗികമായിട്ട് ഊർധ്വമുഖ, ഊർധ്വമുഖല്ലേ, അപ്പൊ ദേവി നൈസർഗികമായിട്ട് അഭിവൃദ്ധി ഇതൊക്കെ അതേപോലെ അനുഗ്രഹമൊക്കെ കൊടുക്കാൻ കഴിവുള്ള ദേവി. ഈ ദേവിയെ പ്രാർത്ഥിച്ച ഫലം ഉണ്ടോ? കാരണം ഊർധ്വമാണ്, ഊർധ്വമുഖ. പക്ഷെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇന്ന് തിരയമുഖമാണ്. കാരണം എന്താണ്? തിരയമുഖം എന്ന് പറഞ്ഞാൽ അധോമുഖം ആയി ഇനി അടുത്ത് അധോമുഖത്തിലേക്ക് പോവുകയാണ്. ഊർധാസ്യോ രവിണാമുക്ത സ്ഥിതസ്ഥതോമുഖോ ഭവേത് തിര്യങ്മുഖസ്തു ഗന്ധവ്യം തർക്കേന്ദ്രേ രാശിഭിः സഹ. ഊർധ്വത സൂര്യൻ നിൽക്കുന്ന രാശി അധോമുഖമാണ്, വിട്ട രാശി അതിന്റെ കേന്ദ്രരാശി ഊർധ്വമുഖമാണ്. അപ്പൊ ഇനിയിപ്പോ ഇത് ഊർധ്വമുഖമാണ്, ഇത് ചിങ്ങം. അത് നൈസർഗികമായിട്ട് ഊർധ്വമുഖമാണ്, സൂര്യസ്ഥിതി കൊണ്ട് ഊർധ്വമുഖമാണ്. അതായത് ഭാവം പുണ്യഭാവം 11, സുഹൃതഭാവം. ആരൂഢം എന്ന് പറഞ്ഞാൽ തിരയമുഖായി. അടുത്തിനി വരാൻ പോകുന്നത് അധോമുഖാണ്. അല്ല, ഇനി സൂര്യൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് അധോമുഖാവാം ആരൂഢം. അപ്പൊ ആരൂഢം അധോമുഖത്തിന് പോവാണ്. ഇപ്പൊ അധോമുഖം അല്ല, അധോമുഖത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴും അധോമുഖാവും? മേടത്തിൽ സൂര്യൻ വന്നാൽ ഇത് അധോമുഖാവും. കറക്റ്റ്. ഇപ്പൊ മീനത്തിലായിരിക്കും. അപ്പൊ പ്രയാണമാണ്, നാശത്തിലേക്കുള്ള പ്രയാണമാണ്. അപ്പൊ നമുക്ക് അതിന്റെ വിഷയം എങ്ങനെ ഫലം പറഞ്ഞു കൊടുക്കാം, എങ്ങനെ ഫലം പറഞ്ഞു കൊടുക്കാം ഇവർക്ക്? ഊർധ്വസ്തനുകേ പ്രസൂതഗതകാരി ആരംഭിണം പൃച്ഛതം ഔന്നത്യം മഹദർത്ഥ പൗരുഷയുധം. ഔന്നത്യം ഉന്നത അവസ്ഥ കിട്ടും. മഹദർത്ഥ പൗരുഷയുധം, മഹത്തായ അർത്ഥങ്ങൾ. അർത്ഥം എന്ന് പറഞ്ഞാൽ പണം. പൗരുഷയുധം, പൗരുഷം എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള കഴിവ്. പുരുഷത്വം എന്ന് പറയുമെങ്കിൽ തന്നെ പൗരുഷം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ ചെയ്യാനുള്ള ഇച്ഛാശക്തിയാണ്. അതൊക്കെ ഉണ്ടാവും. പ്രസൂത ഗതകാരി ആരംഭിണം പൃച്ഛതം. പ്രസൂതം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതാണ്, ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. എന്ത് സംഗതിയാണോ തുടങ്ങിയിരിക്കുന്നത് അത് പൂർത്തിയാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഊർധാശ, ആ ഊർധ്വമുഖല. ആരൂഢം അധോമുഖായി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് അധോമുഖ്യം ക്ഷയാസ്യാസ്യ. അധോമുഖാവസ്ഥ ക്ഷയാണ്. നമുക്ക് ഇതിന്റെ ഇടയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രയത്നിച്ചാൽ ഇതിനെ നേരെയാക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് തീരെ ദോഷമായിട്ട്. ഇപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പറഞ്ഞു മനസ്സിലായോ? അതിന്റെ അധോമുഖത്വം നമുക്ക് എങ്ങനെ പരിഹരിക്കുന്നുള്ളതിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേട്ടില്ല. ഈ അവസ്ഥയിൽ നിന്ന് ഒരു പുരോഗതിയിലേക്കുള്ള കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരൂഢത്തിന് പാപമെന്തുണ്ടോ എന്നുള്ളതാണ് ഇനി അടുത്ത്. ഇപ്പൊ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് സ്ഥിതി യോഗം. എങ്ങനെ ഒരെണ്ണത്തിന് ഒരു ആരൂഢത്തിന് മേന്മയുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ അതാണ് തീരുമാനിക്കുന്നത്. ഇത് തീരുമാനിച്ചാൽ ബാക്കി ഫൗണ്ടേഷൻ വഴി പിന്നെ നമുക്ക് ചെറുതാ കയറി പോവാം. ആരൂഢത്തിന് സാധാരണഗതിയിൽ ഈ അനിഷ്ടഭാവയോ എന്താണ് ഒരു പ്രമാണം ഓർമ്മയുണ്ട്? അനിഷ്ടഭാവയോഗേജസ് തുടക്കം എന്താണ്? അല്ല, ലഗ്നമൂർദ്ധോദയം. ഒരു ഭാവത്തിന് എങ്ങനെയൊക്കെ കിട്ടണം എന്നുള്ളതാണ്. മൗഢ്യപരാജയ നീചശാസ്ത്രവംശതമന്യതേ ആധിക്യേജാരിവർഗസ്യ പാവവർഗസ്യ വാദത അനിഷ്ടഭാവയോഗേജസ്യ അസന്ധിഫലാനിച്ച. ഫലങ്ങളൊന്നുമില്ല. ആ ഓരോ അവസ്ഥയും നമുക്ക് നോക്കണം. മൗഢ്യേ, ലഗ്നാധിപതിക്ക് മൗഢ്യമുണ്ടാ? ഉണ്ട്. അതാ പിടിച്ചോ. ഒന്ന് മൗഢ്യേ. പരാജയ, യുദ്ധത്തിൽ പരാജയം വന്നിട്ടില്ല. മൗഢ്യ പരാജയ. നീചശാസ്ത്രവംശതമന്യതേ. നീചനും നീച ശാസ്ത്രവ ശത്രു
നീചനോ ശത്രുവോ പാപഗ്രഹമോ സമന്വിത കൂടെ യോജിച്ചു ഉണ്ട്. യോജിച്ചിട്ടുണ്ട്. ശത്രുവിന്റെ യോഗമുണ്ട്. സൂര്യനും ശുക്രനും ശത്രു നീച ശത്രു സമന്വിത അംശ. ഇനി അംശം ഉണ്ടോ നോക്കുക. അംശം എവിടെയാണ് ശുക്രന് വന്നിരിക്കുന്നത്? വൃശ്ചികത്തില് പാവാംശമാണ്. അപ്പോ ആധിക്യേയ അരിവർഗസ്യ അരിവർഗത്തിന്റെ ആധിക്യമുണ്ടത്. അപ്പൊ എങ്ങനെയാ ക്ഷേത്രഹോരത്തിലേക്കാണെന്ന് നോക്കിക്കോ. ഏത് ശുക്രന്റെ ഒന്ന് സ്ഫുടം നോക്കി നമുക്ക് എത്രയെങ്കിലും നോക്കണത്. സ്ഫുടം നോക്കി ആധിക്യേയ അരിവർഗസ്യ പാപവർഗസ്യ വാദ അപ്പൊ എത്രയാണ്? ഗ്രേക്കാണെന്ന് പറയുമ്പോ 9ാമത്തെ നവാംശമായിട്ട് വരും. അല്ല 9ാമത്തെ ആയിട്ട് വരും അല്ലേ? അപ്പൊ ചൊവ്വയുടെ അല്ലേ?